ആരാണ് ലോകം കണ്ട ഏറ്റവും വലിയ വില്ലൻ? ലൂസിഫർ ആണെന്ന് ഞാൻ പറയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലൂസിഫറിന്റെ ഒരു സ്റ്റോറി ഉള്ള ഒരാൾ നമുക്കിടയിലുണ്ട്. നല്ലവനായി വന്ന് ഷെഗത്താനാണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, ബട്ട് കൈൻഡ് ഓഫ് ഒരു വില്ലൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളുണ്ട്, രാകേഷ് ചേട്ടൻ. പിന്നെ ഹീറോ ആയിട്ട് എനിക്ക് തോന്നിയത് ഷിജുലാലിനെയാണ്. കയ്യിൽ വെക്കാം, ഇവിടെ കുത്തട്ടെ. അപ്പോ ഞാൻ ചൂസ് ചെയ്യുന്നത് രാകേഷ് ചേട്ടനെയാണ്. രാകേഷ് ചേട്ടന്റെ സ്റ്റോറി ഈസ് ഓൾവേസ് ഫാൻസി. ഭയങ്കരമായിട്ട് നമ്മുടെ എന്റർടൈൻമെന്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു, ഭയങ്കരമായിട്ട് ഫൺ കൊണ്ടുതന്ന ആളായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എനിക്കൊന്ന് ഒരുപാട് കണ്ടസ്റ്റൻസിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു രാകേഷ് ചേട്ടൻ. ബട്ട് രാകേഷ് ചേട്ടന്റെ ഒരു വില്ലനിസം എനിക്ക് തോന്നിയത് കഴിഞ്ഞ 3 ദിവസത്തിൽ നിന്നാണ്. ഇന്നലത്തെ ഒരു ടാസ്കിൽ പുള്ളിക്കാരൻ വന്നിട്ട് ഒരാളെ ചൂസ് ചെയ്തത് പറഞ്ഞത് എന്റെ അനിയത്തിക്കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരാളെ അനിയത്തിക്കുട്ടിയാണ്. ചേട്ടന് അനിയത്തി കുട്ടിമാര് മാത്രം എന്തേ ഇവിടെ ഒരു ആങ്ങളാന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ആൻഡ് ഓൾസോ സെലക്റ്റീവ് അനിയത്തിക്കുട്ടി തരം. അഫിയ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പുള്ളി ലിറ്ററലി ഡ്രാഗ് ചെയ്യായിരുന്നു ചെയ്തത്. ആ കൊച്ചി വിഷയത്തിൽ പുറത്തുനിന്ന് പുള്ളിക്ക് നേരെ സംസാരിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അത് പുറത്തേക്ക് വരുമ്പോൾ മേ ബി കൊച്ചിയിൽ ജീവിച്ചു വളർന്ന അഫിയക്ക് എത്രത്തോളം അതൊരു മോശമാവുന്ന രാകേഷ് ചേട്ടന് കറക്റ്റായിട്ട് അറിയാം. അങ്ങനെ എനിക്ക് വേറെ ആയിട്ട് ഭയങ്കരമായിട്ട് ബയാസ് ചെയ്തിട്ട് കളിക്കുന്ന ഒരാളായിട്ട് തോന്നി. ബട്ട് സ്റ്റിൽ ഐ വുഡ് സേ രാകേഷ് ചേട്ടൻ ഈസ് എ ഗുഡ് എന്റർടൈനർ. ബട്ട് ഞാൻ പറഞ്ഞ ലൂസിഫറിന്റെ വില്ലൻ സ്റ്റോറി അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പുള്ളിനെ വില്ലൻ എന്ന് പറഞ്ഞത്. അതേപോലെ ലൂസിഫർ സംസാരിക്കട്ടെ. അഫിയനോടെ കൂടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ നീ എന്റെ പെങ്ങളാണെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാന്ന് പറയാൻ പറ്റും. സെലക്റ്റീവ് പെങ്ങളൂസം അത് തനിക്കാണ് തോന്നുന്നത്. തന്റെ തോന്നൽ മാത്രമേ ഉള്ളൂ. മനസ്സിലാകണ്ട. തനിക്ക് പലതും തോന്നാ, തനിക്ക് ആരെങ്കിലും കുറിച്ചിട്ട് ഒരക്കാൻ മാത്രം അറിയാൻ പാടുള്ളൂ. എടോ എനിക്ക് പല രൂപങ്ങളുണ്ട്. താനല്ലേ പറഞ്ഞ ഞാൻ പല രൂപമുള്ള ആളാണ്. എന്താ പേര് വിളിച്ചല്ല? ലൂസിഫർ. ഈ ലൂസിഫർ ഇങ്ങനെയാണ് മുത്ത. ലൂസിഫർ ഇങ്ങനെ സംസാരിക്കാൻ അറിയാൻ പാടുള്ളൂ. അല്ല ലൂസിഫർ മറ്റേ വടിയും പിടിച്ചടക്കണ ആളല്ല. മനസ്സിലാകണ്ട. ഷിബിനെ ആ ഒരു പെങ്ങള് കുട്ടി രഞ്ജിനി മാം, ഐ ബിലീവ് ദാറ്റ് ഐ എം എ റിയലി ഗുഡ് ഗെയിമർ. ഒരാളുടെ തണലിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു അമ്മക്കോഴിയുടെ തണലിൽ ഞാൻ മറ്റേ വാഗമരോ തേക്കുമരോ അല്ലാണ്ട് ആൽമരോ കുഞ്ഞിക്കോഴി. ഇതാണ് വലിയ കോഴി, അതൊരു കുഞ്ഞു ക്യൂട്ട് കോഴി. സോ ഷിബിനയ്ക്ക് ഫീൽ ചെയ്യുന്നത് രാകേഷിന്റെ കീഴെയുള്ള കോഴിയാണ് ലൊലീറ്റ. സോനയ്ക്ക് ഫീൽ ചെയ്യുന്നത് ലൊലീറ്റയുടെ കീഴെയുള്ള കുഞ്ഞിക്കോഴിയാണ് രാകേഷ് ഷിജുലാൽ. ഐ എം സോ കൺഫ്യൂസ്ഡ്. കോഴിക്കൂടോ? നിങ്ങൾ കേറി പോകുന്നത് പോൾട്രി ഫാമിലിയേക്കല്ല, നമ്മുടെ ഷിബ്ജു അവിടെ വെറുതെ നിൽക്കുന്നു. ഷിജുലാലിനെ ഞാൻ നോട്ടീസ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ടാസ്ക് ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ടാസ്കിലും കുറച്ച് ഫുഡീന്ന് നമ്മൾ പുറമേ കാണുന്ന ആൾക്കാരായിരുന്നു ഫുഡ് കഴിക്കാൻ നിന്നത്. ആ ടാസ്കിൽ ഇൻഫിനിറ്റി മെഡൽ വാങ്ങിച്ച മുതലാണ് ഈ നിൽക്കുന്നത്. ഷിജുലാലിനെ പറയുകയാണെങ്കിൽ ഞാൻ വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന, ഒരു കർഷക ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പൊ ഷിജുലാലും അതേപോലെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നു. അപ്പൊ മേ ബി ആ ഒരു ഇതായിരിക്കും. അപ്പൊ എനിക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഷിജുലാലുമായിട്ട്.